പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും പ്രതിഫലദിനവും പുനരുദ്ധാനവുമായി രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാതിരുന്നേൽക്കും കബറുകളിൽ നിലയങ്ങീച്ചോർത്തി സ്തുതി പാടും തൻ സവിധേ ആദാമിൻ സുതജീവതനെ ദയചെയ്തിടണം. ബാരക്കുമോ ലാബോലവറോ വല്ലറോ കാദീശോ ഹല്ലേലൂയ. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോട് ദൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. യാക്കോബിനുടെയോ മടിയിൽ പാർക്കണമേ. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടിയാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുകിട്ട് കർത്താവേ ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളോട് രാജാവേ നിനക്ക് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടമാകാശത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മറിയമേ, എപ്പോഴെപ്പോഴും ഞടുന്ന സമയത്ത് ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എന്നും രാനേ നിന്റെ നിമിത്തം കഷ്ടതകളും പീഡകളും സഹിച്ചതിനൊക്കെ അതിസ്നേഹിതനും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമായി തീർന്ന പരിശുദ്ധനും രക്തസാക്ഷിയുമായ മോർഗീയോർഗീസയുടെ പെരുന്നാളിനെ ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവന്റെ സത്യവിശ്വാസത്തെ പിന്തുടർന്ന് സുഹൃത ജീവിതത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ശക്തി നൽകണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ സത്യവിശ്വാസത്തിൽ ജീവിച്ച് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്യുമാറാകണമേ. ഓശോ വകുലസ്വാൻ ലോൽമേ. നിന്റെ ഹൃദയം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിന് പ്രകാരം എന്റെ പാവങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിനായി കഴിയേണ്ട പാപങ്ങളിൽ നിന്ന് എവിടെ പോകണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ മുമ്പിൽ ഞാൻ ചെയ്തു.
എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയോ നിന്റെ ന്യായത്തിൽ നീക്കുകയും ചെയ്യും. എന്തെന്നാലും ഞാൻ അനുഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാവണ്ടെ മേൽ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടുവതിനാൽ എന്നെ വെണ്മയാക്കണമേ. തലകായേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദോ സന്തോഷവും എന്നെ നിർത്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാവങ്ങളിൽ നിന്ന് എന്നെ തിരിച്ച് എന്റെ അതിർകളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തിനിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും അരുത്. നിന്റെ ആണെന്നോ എനിക്ക് തിരിച്ചു തരയണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴി പഠിപ്പിക്കും, പാവികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ ഇവന് മനസ്സായില്ല, ഹോമബലികളിൽ പായുതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമാബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ദൈവമേ, സ്നേഹിയുവാകുന്നു പറകുമോ. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് ഉത്തരവ് ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ ധൂപം പോലെയും എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെയും ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിനും ചായാതെയും ഞാൻ അന്യായ പ്രവൃത്തികളെ ചെയ്യാതെയും ഇരിക്കത്തക്കവണ്ണം എന്റെ വായ്ക്കും എന്റെ അതിരങ്ങൾക്കും കാവൽക്കാരെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് കൊഴുപ്പാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദാക്ഷ്യത്തെ കുറിച്ചാകുന്നു. അവിടെ വിധികർത്താക്കൾ പാറയുടെ മുനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴുവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴിയുടെ വായ്ക്കരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികളെ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവർ അന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ എന്റെ ഞെരുക്കത്തെ ഞാൻ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഓടുവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവരേക്കായി കെണികളെ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനല്ലെന്ന് ഞാൻ കണ്ടു. സംഖ്യാസ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കാനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്ന ദേശത്ത് എന്റെ ആശ്രയവും എന്റെ ആഗ്രഹം നീയാവുന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കൊണ്ട് എന്റെ അപേക്ഷയെ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരമരുളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിൽ നിന്ന് വരുന്ന വരങ്ങൾ
നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹി എല്ലായ്പ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എന്നെ കൊടുക്കുവാൻ കിണികളെ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കും അവകാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അത് എന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളെ എന്നേക്ക് സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ തന്നെ സ്തുതിപ്പീൻ. എന്നാൽ തന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. താൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ സ്തുതിയാകുന്നു. പാർക്കുമോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും കൃപയും ഒഴിച്ച് നല്ല ആരാധനയും നിനക്ക് ഏറ്റവാൻ അടയങ്ങളെ യോഗ്യതയുള്ളവരായിട്ട് തീരണമേ. മോർഗീവർഗീസുതായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ രോഗബാധിതർക്ക് സഹായങ്ങൾ ഒടുക്കിൽ കൊടുക്കുകയും ചെയ്ത കർത്താവിന് ചെയ്യണ്ടാലും എനിക്ക് തന്റെ വാത്സല്യവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ മോർഗീസുതായുടെ ഓർമ്മ പെരുന്നാളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സമയത്തിലും സ്വലവിരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഇടയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. പാപപരിഹാരം നൽകുന്നവരും വെടിപ്പാക്കുന്നവരും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവം വരാനേ സ്നേഹപൂർവമായ എന്റെ കാരുണ്യത്താൽ സിംഗികളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സ്വരജനങ്ങളുടെയും പാപങ്ങളുമായി ചെയ്യണമേ. ഉത്തമനെ നയോദോനയങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം വരാനേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, എന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും വിദേശന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മൊത്തമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം കൊടുക്കണമേ. അവരുടെ സീളിൽ കരുണയും കൃപയുമാകണം അനുമഞ്ഞു തെളിക്കണമേ. കർത്താവേ, ബോധത്തിന്റെ നാദാംബരാനെ ഞങ്ങൾക്ക് ഓർക്കുന്ന മോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കാൾ നൽകണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ.
ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവമേ. സകല കഠിന ശിക്ഷകളും ദയവാളും ഞങ്ങളിൽ നിന്നേക്ക് വായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന്റെ പ്രീതികരവുമായ ക്രിസ്ത്യാന്തം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തോത്രവും സമർപ്പിക്കും. ശ്രേഷ്ഠനായ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ എന്നെ പൊഴുത്തി മഹാസന്തോഷത്തോടുകൂടെ പറയുന്നു. സായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവരുമായ ഭാഗ്യവാനാകുന്നു. സമൂഹലും പോലെ തരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും നരക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിലും ലാഭത്തിലും ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഒരു ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങൾ എപ്പോഴെപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. Barak mor benalahon gabel Hosoyon hobil Subkono datoin matraikun Almaraolim walme Amin Nevartavena tamare Varimalado vayoda Deva Suga
ഭാഗ്യം സഹദേക്കോ പുനരുദ്ധാനത്തിനെ മസിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേ ആളാൽ ചിറകുകൾ പോന്നത പദമേറെ ഓർമ്മ ദിവസം ഞങ്ങളുടെ ധൂപം നിന്റെ ബഹുമാനമുള്ള സിംഹാസനത്തിന്റെ സന്നദ്ധിയിൽ അംഗീകരിക്കപ്പെടണമേ. ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും പാപവിമോചനവും ഞങ്ങൾക്ക് സിദ്ധിക്കണമേ. പരിശുദ്ധ സഭയിൽ നിന്നും വാങ്ങിപ്പോയിട്ടുള്ള എല്ലാവർക്കും ആശ്വാസവും നല്ല ഓർമ്മയും ലോകത്തിന് നാനാഭാഗങ്ങളിലും ശാന്തിയും സമാധാനവും വാഴണമേ. ഹോശോ അബ്കുല സുബാൻ ലഉൽമി രാജേശ്വരി നിൻ വലഭാഗേ ഹല്ലേലൂയ.
സൗഖ്യം കാതുരരകട്ടെ വിഷമേപ്പോ രാശ്വാസത്തെയോ ദൂരസ്ഥ പ്രത്യാഗമനം മോചനമെങ്ങൾക്കോ വാഴ്ത്തുക നാഥ കൃപയാലെ പന്തേരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ വിളഭൂ മികവിളവോ ഫലമൂല നിങ്ങൾ വളരാനായി വാഴേറോ വൃഷ്ടിയുമേകണമേ നിർധനരവശ ഭക്ഷിച്ച് നിസ്തുതി പാടട്ടെ കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മിതനായി പോരോ കല്ലേറുമ്പോഴും പ്രാർത്ഥിച്ചേവോ അറിയാതെ വരിതു ചെയ്യുന്നു ക്ഷമ മൃതിനേര തരികൾക്കായി പ്രാർത്ഥി ചുരുനാഥ നനയോഗ്യം ദാസ തൻ പ്രാർത്ഥനയും ചേർക്കണമേ കരുണാമയനേശോ സഭയിൽ നിന്നോ മക്കളിൽ നിന്നോ മോർഗി വരുകി ഗീടരുതേ ദയരാകൾ പള്ളികളിന്നു നാനാദിശയിൽ സ്തുതിയുയരട്ടെ നിൻപേർക്കായി വാദീതമായെന്നോ സ്തുതിയുയരേ ഈരന്മാർവൃന്ദോ ഭൂമി മനുജ സ്തോത്രവുമർപ്പിക്കോ ഭക്തസ്മൃതിയെ ശ്രുതമാക്കും മുഖപക്ഷം തല്ലോ തില്ലാത്തതിന ഈ പാപി ഭീകരമാം ഗ്രന്ഥത്തിന്നു നിന്നോട് നീതി എന്റെ പ്രഖ്യാപിക്കുമ്പോൾ നിൻകൃപദയചിക നീതിയോടർത്തിക്കും മോചനവും നേടും
പാപം ചെയ്ത് നിൽക്കുന്നേ ദയതോ നിഷ്കരുണ വിധി ചെയ്തിടും ഇല്ലാതെല്ലാം മുഖപക്ഷം കൈകോ ലിയോമവിടെ ചോദിതമാം സ്വർണ്ണത്തേക്കാൾ രത്നത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമോ നിർപ്രീതി നാദായ കണ്ണേ കൈക്കോണി തെൻവാവോ കടവോ മോചിക്കാം കൃപയാലെന്നെ കനിയണമേ ദയചെയ്യുകനാഥാ. ഞങ്ങൾക്കായി തീർന്ന പീഡകളെ രക്ഷിച്ച നാഥ ഏതനിലേക്കാദാമിൽ പുനരാഗമനോ നൽകാനായി ശബ്ദമതാം ഭൂവിൽ നീവേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉദ്ധാന കാക്ഷിക്കുന്നോരിൽ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ. സാദിക്കോ അഗദഗലോന Evangelion Gadisho Moranesho Mishiko, the Mascare Allah. Bargimor Slama Lagulko Evangelion Gadisho the Moranesho Mishiko. Koruso Magianisom and Matais Ligo Magarsano the Marasai Furgon Lavalma Shmishigo Mel Sadayalo Godes Basar Men Sulta Kadista Mariam Holendenoka Nagava Ida Chennaiകളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പുകൾ എന്ന പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ പരമാർത്ഥതയുള്ളവരുമായിരിപ്പീൻ. മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാൽ അവർ നിങ്ങളെ വ്യവഹാര മണ്ഡപത്തിലേൽപ്പിക്കുകയും തങ്ങളുടെ സംഘാലയങ്ങളിൽ വെച്ച് അടിപ്പിക്കുകയും ചെയ്യും. ഞാൻ മൂലമായി നിങ്ങളവരാൽ നാടുവാഴികളുടെയും
രാജാക്കന്മാരുടെയും സമക്ഷത്തിൽ അവരുടെയും പുറജാതികളുടെയും സാക്ഷ്യത്തിനു വേണ്ടി കൊണ്ടുപോകപ്പെടും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ നിങ്ങൾക്ക് തോന്നിക്കൊള്ളും. എന്തെന്നാൽ പറയുന്നത് നിങ്ങളല്ല, പിന്നെയോ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മൂലമായി സഹോദരൻ സഹോദരനെയും പിതാവ് തൻ്റെ പുത്രനെയും കൊലയ്ക്ക് ഏൽപ്പിക്കും. പുത്രന്മാർ പിതാക്കന്മാർക്ക് വിരോധമായി നിന്നവരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരാലും ദേഷിക്കപ്പെട്ടവരായിത്തീരും. എന്നാൽ അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതാ ഈ നഗരത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റേതിലേക്ക് നിങ്ങൾ ഓടിപ്പോകുവീൻ. മനുഷ്യപുത്രൻ വരുന്നതിന് മുൻപായി നിങ്ങൾ ഇസ്രായേൽ നഗരങ്ങളെല്ലാം സഞ്ചരിച്ച് തികയ്ക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയും ദാസൻ യജമാനന് മീതെയുമായിരിക്കില്ല. ശിഷ്യൻ ഗുരുവിനും ദാസൻ യജമാനനും സമനാകുന്നത് അവർക്ക് മതി. അവർ വീട്ടുടമസ്ഥന് വേൽസ്ബൂബ് എന്ന് പറഞ്ഞെങ്കിൽ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് എത്ര അധികമായിരിക്കും. ഇതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വെളിപ്പെടാതെ മറവായും അറിയപ്പെടാതെ കൂടമായും ഇരിക്കുന്നത് ഒന്നുമില്ല. ഇരുട്ടത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ വെളിച്ചത്ത് പറയുവീൻ. ചെവികളിൽ കേൾക്കുന്നത് നിങ്ങൾ പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ. ശരീരത്തെ കൊല്ലുന്നവരെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയുകയില്ല. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലിട്ട് നശിപ്പിക്കുവാൻ കഴിയുന്നവനെ പ്രത്യേകം ഭയപ്പെടുവീൻ. ഇതാ ഒരു ആസോറിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലയോ? അവയിൽ ഒന്നും നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ നിലത്ത് വീഴുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴകൾ കൂടിയും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിരവധി കുരുവികളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരാകുന്നു. ആകയാൽ ആരെങ്കിലും മനുഷ്യരുടെ മുൻപാകെ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ഞാനും അവനെ സ്വീകരിച്ചു പറയും. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ എന്നെ ഉപേക്ഷിച്ച് പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ഞാൻ ഉപേക്ഷിച്ച് പറയുമെന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറകുമോർ ശൈനോ ലകുൽഹോ. കുടിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവ കൃപ ചെയ്യോ. തുല്യം മരനുടെ Kൃപ
the Lord.
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ഞാനഞ്ചോന്നൻ പാപത്താൽ ശുദ്ധർക്കേതോ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നു എന്ന് പറയുക. അവൻ വിരോധത്തിന്റെ കണിയിൽ നിന്നും വ്യാർത്ഥ സംസാരത്തിൽ നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തൂകൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്നതായ ആശ്രയത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്നതായ വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊത്തുന്നതായ കാറ്റിൽ നിന്ന് നീ ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്തു നിന്ന് 1000-ങ്ങളും നിന്റെ വലതു ഭാഗത്തു നിന്ന് 10,000-ങ്ങളും വീഴും. അവർ നിങ്ങളിലേക്ക് അടുക്കയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള അവർ ദൂരത്തെ നീ കാണും. എന്തെന്നാൽ ഉയരങ്ങളിൽ വാസ്തലമാക്കിയിരിക്കുന്ന എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന്
അവൻ തന്റെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിപ്പാൻ അവൻ തങ്ങളുടെ പൂജകളിൽ നിന്നെ വഹിക്കും. ഗോർസോ സർപ്പത്തെയും ഹർമോനോ സർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്നെ സഹായിക്കുന്നവൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ തന്നെ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് വലതുകൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകൽ ആദ്യത്തിനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെ ഇതുമൂലം നീക്കും കാത്തോളും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കടയണമേ. സകലവും കേൾക്കുന്നവനെ നിന്റെ നിന്റെ അടിയാടിയ അപേക്ഷ നീ കേൾക്കണമേ. രാജാവായ ഞങ്ങളുടെ രക്ഷകനായ അംശിയ നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും മുന്നുള്ള രാവും ഞങ്ങൾക്ക് നീ തരേണം. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുണ്യപ്പെടുത്തി മികവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ ശ്രീപാദോഷിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണരക്ഷി നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബഹുമാനം നിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബഹുമാനം നിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കും. വിശുദ്ധയും അർദ്ധമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബഹുമാനം നിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. വിശുദ്ധയും അർദ്ധമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധയും മാത്രമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയുള്ളവനും നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ശരണവും എന്നേക്കും നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടമാകാശത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ പോലെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, എന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം ആകാശത്തിന്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവിൽ നയിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുഷ്പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവ് കന്യമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു.
കഷ്ടേന വെച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലിഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധ ഹൃദയിലും കാതോലികവും സ്ലേഹിയുമായ ഏക വിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്തുതിയുടെ രാജമകൾ രാജഭാമിനിയോ നഴകരജൻ മോഹിപ്പാൻ ജനമോർക്കായ ഗ്രഹവും പാറക്കുമോ വളരുമവൻ ലെബനോൻ കാര്യങ്ങൾ ഇടുമേ വർദ്ധിക്കുമവർക്ക് പുഷ്ടികളും പാർക്കുമോ ലാബോലബറോവൽ റോഹോ കാദീശോ മൂലം വാദമുൽമൂലം ഒരുപോലെങ്ങോ മോർഗെ വറുകെ
ഉദകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി ഭാഗ്യം നീമിയാർക്കോ ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ ഭാഗ്യമോ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചോരു സഹദേ വാളാൽ ചിറകുകൾ പോന്നതപദമേറി മുറിയോറാകെ മേലൈനു ആധാരേ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഇടവകയെ ഭംഗിയായി മേയിച്ച് ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട വീണമാലെ ഏലിയാസ് അച്ഛനും ബഹുമാനപ്പെട്ട മാണിയാട്ട് കുര്യാക്കോസ് അച്ഛനും ഈ ഇടവകയുടെ ദേശത്ത് പട്ടക്കാരായ ബഹുമാനപ്പെട്ട കവലേലിൽ പോൾ ഐസക് അച്ഛനും കുര്യാക്കോസ് മാണിയാട്ട് അച്ഛനും ഈ പള്ളിയുടെ അയലിടവകയായ കുന്നക്കുരുടി പള്ളി വികാരി ബഹുമാനപ്പെട്ട ബിജു അച്ഛനും എത്തിച്ചേർന്ന ഈ പെരുന്നാളിൽ പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അഭിഷിക്തരെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഇടവക ഇതിന്റെ കല്ലിട്ട പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്പസമയം കൊണ്ട് പെരുന്നാൾ ആശംസകൾ നേർന്ന് നമ്മളുടെ അയലിടവകയായ കുന്നക്കുരുടി പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട കൊരട്ടിയിൽ ബിജു അച്ഛൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ഇടവക ഇന്നും നാളെയുമായി ഇതിന്റെ ശിലാസ്ഥാപനത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഒരു പ്രാവശ്യവും കൂടെ കൂടി വരുവാനും പെരുന്നാളിൽ പങ്കുകൊള്ളുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നത് നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ശനിയാഴ്ച അസ്തമിച്ച് ഞായറാഴ്ച ആരംഭിക്കുന്നതായ സന്ധ്യാനമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലും: ദൈവം തമ്പുരാനെ, നിന്റെ മാതാവിനെയും എല്ലാ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഈ നേരം തിരുസന്നിധിയിൽ അടിയങ്ങൾ ഓർക്കുന്നു. അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുവാനും അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണം, നാം എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു? അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ
ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതോട് ചേർത്ത് ഇങ്ങനെ പിതാക്കന്മാർ ക്രമീകരിച്ചു, അവരുടെ പുണ്യ ജീവിതത്തെ അനുകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ശാന്തമായി ചിന്തിക്കുമ്പോൾ എത്രയോ നാളുകളായി പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നു. എത്രയോ നാളുകളായി പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് വഴിപാടുകളും നേർച്ചകളും സമർപ്പിച്ചു മടങ്ങുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് മുഖാന്തരമായി ആ പരിശുദ്ധന്റെ പുണ്യ ജീവിതത്തെ അനുകരിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധന്റെ പുണ്യ ജീവിതത്തിൽ അധിഷ്ഠിതമായി ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എത്ര പെരുന്നാളിൽ പങ്കുകൊണ്ടു എന്നുള്ളതിന് പ്രസക്തിയില്ല. പെരുന്നാളിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, മറിച്ച് ഞാനും നിങ്ങളും പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോൾ ആ പുണ്യാവസ്ഥയെ അനുകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അത്രേ ഈ പെരുന്നാളിന്റെ ഓരോ ശുശ്രൂഷകളുണ്ടും അനുഗ്രഹമായി തീരുന്നത് എന്ന് നാം എല്ലാവരും ഓർത്തുകൊള്ളണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ കാണുന്നു, യഹോവ യൗസേഫിന്റെ നിമിത്തം മിസ്രൈമ്യ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന്. യഹോവ യൗസേഫിന്റെ നിമിത്തം മിസ്രൈമ്യ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതോടൊപ്പം യൗസേഫിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അതിന് മുൻപിലുള്ളതായ ഭാഗമൊക്കെയും വായിക്കുമ്പോൾ യൗസേഫിന്റെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും കടന്നു വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവിടെയൊക്കെ യോസേഫ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനും സാധിക്കുകയാണ്. ആയതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം യോസേഫിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത്, യോസേഫിന്റെ നിമിത്തം മിസ്രൈമ്യ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന്. ഒരു വ്യക്തി മുഖാന്തരം ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ഒരനുഭവമാണ് നാം ഓരോരുത്തരും അവിടെ കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പെരുന്നാൾ ആഘോഷിച്ചു, എത്രയോ നാളുകൾ ഇങ്ങനെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾ സംബന്ധിച്ച് മടങ്ങി. നമ്മൾ എത്ര പേർക്ക് ഇതുപോലൊരു സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും? ഞാൻ എൻ്റെ പെരുന്നാളിന്റെ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് മുഖാന്തരമായി, ഞാൻ ഓരോ ചടങ്ങുകളിലും സംബന്ധിക്കുന്ന മുഖാന്തരമായി എൻ്റെ വ്യക്തി ജീവിതം കൊണ്ട് എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന ഒരു സാക്ഷ്യം പറയാൻ ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ, മധ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. ഞാനെൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുകയാണ്. ദീർഘമായ പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളൊക്കെയും നടത്തപ്പെടേണ്ടതുള്ളത് കൊണ്ട് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് എനിക്ക് തന്നതായ സമയത്ത് തന്നെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമ്യ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് സാധിക്കണം. എൻ്റെ കൊടിയൊരു മുഖാന്തരമായി, എൻ്റെ ശുശ്രൂഷകൾ മുഖാന്തരമായി എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന ഒരു സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധൻ്റെ പുണ്യജീവിതത്തെ അനുകരിപ്പാൻ എന്തായിരുന്നു പരിശുദ്ധൻ്റെ ജീവിതം? പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിതമായ ഒരു ജീവിതം, സർവ്വവും ഉപേക്ഷിച്ച് തമ്പുരാനിൽ അധിഷ്ഠിതമായൊരു ജീവിതം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ ഒരു അനുഭവം, വിനയത്തിൻ്റെ ഒരു അനുഭവം, താഴ്മയുടെ ഒരു അനുഭവം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നാം ഓരോരുത്തരുമായി തീരുവാൻ, അങ്ങനെ ഒരു പുണ്യ ജീവിതം നയിക്കാൻ, സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ കൊണ്ട് നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പെരുന്നാളിൻ്റെ എല്ലാവിധമായ ആശംസകൾ നേരുമ്പോൾ, അതോടൊപ്പം തന്നെ പള്ളിയുടെ ശതാബ്ദിയുടെ ആഘോഷങ്ങളുടെ തുടക്കവും കുറിച്ചിരിക്കുമ്പോൾ എല്ലാവിധമായ ആശംസകളും നേരുന്നു. സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്നിറങ്ങി വന്ന് പരിശുദ്ധൻ്റെ മധ്യസ്ഥ മുഖാന്തരമായി നമ്മുടെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തരെ മുമ്പാകെ അതിവിനയത്തോട് നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക്
നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന എല്ലാ ദൈവത്തിന്റെ അഭിഷിക്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയ്ക്ക് ചെറുതും വലുതുമായി ഒത്തിരി ക്രമീകരണങ്ങൾ ഉന്നമനത്തിനായി ചെയ്ത പ്രിയ മുൻവികാരിമാര്, ദേശത്ത് പട്ടക്കാര്, അയലിടവകയിലെ വികാരി അച്ഛൻ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇനി നമുക്ക് ഈ തലേ ദിവസത്തെ ചടങ്ങിൽ ശ്രീബാമുത്തും അതോടൊപ്പം പ്രദക്ഷിണവുമാണ് ഇനി നടക്കുവാനുള്ളത്. പ്രിയ ദൈവമക്കളെ, അച്ഛൻ പ്രദക്ഷിണത്തിൽ പറയുന്ന ക്രമീകരണം എല്ലാവരും സ്നേഹബുദ്ധിയ അനുസരിച്ചു കൊള്ളണം. അനുസരണയില്ലാത്ത ഒരു പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന രീതി ദൈവമക്കളിൽ നിന്ന് ആരിൽ നിന്നും അച്ഛൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും മുമ്പിലായി മരക്കുരിശ് പോകും. ഒരു പൈലറ്റ് വാഹനം ഉണ്ടായിരിക്കും. ആ പൈലറ്റ് വാഹനത്തിന്റെ പിന്നിലായി ഒരു മരക്കുരിശ് പോകുന്നതാണ്. ഗീവർഗീസ് സഹോദായുടെ ചിത്രവും വഹിച്ചുകൊണ്ടുള്ള പൈലറ്റ് വാഹനം ബസ് ഏറ്റവും മുമ്പിൽ പോകും. അതിന് പിന്നിൽ മരക്കുരിശ്. ആ മരക്കുരിശിന് പിന്നിലായി ഒരു ചെണ്ടമേളം. ചെണ്ടമേളത്തിന് പിന്നിലായി ഒരു ലൈനായിട്ടാണ് പ്രദക്ഷിണം പോകുന്നത്. സൺഡേ സ്കൂൾ കുട്ടികളും അവർക്ക് നേതൃത്വം നൽകി നിയന്ത്രിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരും പോകേണ്ടതാണ്. അവരുടെ പിന്നിലായി ബാൻഡ് മേളം പോകുക. ബാൻഡ് മേളത്തിന് പിന്നിലായി സ്ത്രീകൾ ഒരു ലൈനായിട്ട് പോകണം. സ്ത്രീകൾക്ക് പിന്നിലായി അല്പം പുരുഷന്മാരും, പുരുഷന്മാരുടെ മധ്യഭാഗത്തായി ശിങ്കാരി മേളവും പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. പുരുഷന്മാരുടെ പിന്നിലായി സ്ലീബ വഹിച്ചുകൊണ്ട് കുരിശുകൾ എടുത്തുകൊണ്ട് ആളുകൾ പോകും. അതിന് പിന്നിലായി മേക്കട്ടിയും പുരോഹിതനും പോകുന്നതാണ്. മേക്കട്ടിക്ക് പിന്നിൽ ആരും നിൽക്കുവാൻ ശ്രമിക്കരുത്. പള്ളിയുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം തുടങ്ങിയ അംഗങ്ങൾ നൽകുന്നതായ ഉപദേശം ദൈവമക്കള് അനുസരിച്ചു കൊള്ളണം. ആരോടും എതിര് പറയരുത്. ഏറ്റവും മുന്നിലായി ഇതിന്റെ വോളണ്ടിയേഴ്സായി നിയമിച്ചിരിക്കുന്നത് ശ്രീ പോൾ മാത്യുവിനെയും AM മത്തായിയെയും ആകുന്നുവല്ലോ. ഇവർ രണ്ടുപേരും പ്രദക്ഷിണത്തിന്റെ മുന്നിലും പിന്നിലുമായി നിന്ന് ഈ പ്രദക്ഷിണത്തെ നിയന്ത്രിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിൽക്കുവാനും ചലിക്കുന്ന സമയത്ത് ചലിക്കുന്നതിനുമുള്ളതായ നിർദ്ദേശങ്ങൾ ഇവർ കൊടുത്തുകൊള്ളണം. MC റോഡിലൂടെ പ്രദക്ഷിണം ക്രോസ് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഭാരവാഹികൾ അതിശ്രദ്ധയോടുകൂടെ വേണം ആളുകളെ നിയന്ത്രിക്കുവാനെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവമക്കളുടെ ശ്രദ്ധയിലിരിക്കണം. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹത്തിനായി ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ അനുസരണ ഉള്ള ദൈവമക്കളായി സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. ഇപ്പോൾ നമ്മളുടെ മുൻ വികാരിയായിരുന്ന പ്രിയ മാണിയാട്ട് കുര്യാക്കോസ് അച്ഛൻ എല്ലാവരെയും സ്ലീബാമുത്തിച്ച് പുറത്തേക്ക് വിടും. വഴിപാടിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും സ്ലീബാമുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രദക്ഷിണം പോകും. അച്ഛൻ പറയുമ്പോൾ അല്ലാതെ ഇവിടെ നിന്ന് പ്രദക്ഷിണം ഇറങ്ങുവാൻ പാടില്ല. എല്ലാവരും മുറ്റത്തേക്ക് മെല്ലെ സ്ലീബാമുത്തി നീങ്ങി നിൽക്കുക. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ബഹുമാന്യരായ അഭിഷിക്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ബാറക്കുമോർ. ആകാശത്തെയും ഭൂമിയായി സൃഷ്ടിച്ചാർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥന സംബന്ധിക്കുന്നവരായി നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, ബലഹീനമുള്ളവയും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ
അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടേയും അംഗീകാരയോഗ്യമായി ഭവിക്കുമാറാകണമേ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരേറ്റാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രാവശ്യമേതരെ പിന്നെ ആ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തി സ്തുതിയും അത് എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ദൈവതമ്പുരാന്റെ വീഴ്ചയുള്ളണമേ. ആമേൻ. മോർഗി വാറുകി സ്പണ്ടദവൈദ്യ രോഗാർത്തർക്ക നൽകി പരൻ പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിടട്ടെ. ആരോഗ്യം ീഗ്രസ്തർക്കും വിശ്രമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ. കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഭിന്നത നൃപവിധി കർത്താക്കളിലവനുളവാക്കി. ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിടുന്നു. കർത്താവേ, നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളോ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്രീവായ. ന്യായാധിപനയാധിപതേ യങ്ങേക്കരിശം ചേർത്ത കടത്താലെന്തലതാഴ്ത്തരുതേ. വിധികേ മോചനയോഗ്യതയില്ലെങ്കിലുമെന്നിലിരിക്കും. നീന്തിരുമേയും രക്തവുമോർത്തിന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ ശ്ലീബാ ഞാൻ കൂപ്പി പിഴ പോക്കി. നിന്മേരുതിരങ്ങൾ ഹിതമോടു കരുണ മയനീശോ മമ നൽകുകമുക്തി. ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരേ. ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനദിനം. കേടന്നെ കബറുകളിന്നും നിങ്ങ
രതിവേഗം രാജാത്മജനെ എതിരെ പാനെത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവപ്രദനേ കൃപ ചെയ്യുക പ്രാർത്ഥിപ്പിൻ സ്നേഹന്മാരെ കർത്താവോട് ഭിന്നത സബദൻ സന്താനങ്ങളിലെ ലാദാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാം മോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തല ചായിച്ചോൻ വലഭാഗത്താൽ മുടി മുടയുന്നതു കണ്ടപ്പോൾ സഹദേ മാർനിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുധിരത്താൽ ധവളിമയങ്കങ്ങൾ കുളവാക്കി പീഠകളെ വെന്നിഹമസിഹായെ സ്നേഹിച്ചോ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കാ. പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മെഴുകുതിരി കരുതിയിട്ടുണ്ട്. എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങേണ്ടതിനായി തയ്യാറായി നിൽക്കേണ്ടതാണ്. സ്ലീബാമുത്ത് തീരുവാൻ പോവുകയാണ്. എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പിടിക്കുകയും പള്ളിയുടെ കൊടാകൊടി ആദിയായ സാധനങ്ങൾ എടുത്ത് സ്ലീബ എല്ലാം എടുത്ത് പ്രദക്ഷിണം ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ്. മധുബാഹായിൽ ധൂപ പ്രാർത്ഥന നടത്തിയതിനു ശേഷം അച്ഛൻ പറയുമ്പോൾ ഇവിടെ നിന്ന് പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഏതാനും കുടകൾ പള്ളിയുടെ താഴെ ഇരിക്കുന്നുണ്ട്, താഴെ മധുബാഹായിൽ ഇരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവർ വന്ന കുടകൾ എടുത്ത് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഏതാനും കുടകൾ പള്ളിയുടെ താഴെ ഇരിക്കുന്നുണ്ട്, അത് എടുത്തുകൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി വരൻ പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം
രസ്തർക്കും ആഹ്വാനം ചെയ്യുന്നുദവി കേത്തുകനാഥ കലഹിപ്പിക്കും നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധി കർത്താക്കളിൽ ലവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴിനോ കീടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്ക് സന്ധ്യാസമയമാണ്. അവനവന്റെ ചെരുപ്പുകൾ ഇടുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ അവരവരുടെ സ്വന്തം കാലിലേക്ക് നോക്കുക. അവനവൻ്റേത് തന്നെയാണോ ഇട്ടിരിക്കുന്നത് എന്ന്. സ്വന്തമല്ല എങ്കിൽ അത് കൊണ്ടുവന്നിട്ട് അവകാശിയുടേത് അവകാശിക്ക് കൊടുക്കണം. കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായാൽ. ന്യായാധിപതേ യങ്ങേക്കരിശം ചേർത്ത കടത്താലെൻ തലത തരുതേ വിധികേഹേ മോചനയോഗ്യതയിൽ ലെങ്കിലുമെന്നിലിരിക്കും നിന്തിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ സ്ലീബാ ഞാൻ കൂപ്പി പിഴ പോക്കി നിന്മേരുതിരങ്ങൾ. ഏതാനും കുടകൾ ഇപ്പോൾ പള്ളിയുടെ മദ്ബഹായുടെ താഴെ വെച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ വന്ന് ആ കുടകളെടുത്ത് മറ്റുള്ളവർക്ക് പ്രദക്ഷിണത്തിൽ കൊണ്ടുപോകുന്നതിനായി കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. പള്ളിയുടെ എല്ലാ സാധന സാമഗ്രികളും മുത്തുകുടകളെല്ലാം ഇപ്പോൾ പള്ളിയുടെ ഇറയത്തും പള്ളിക്കകത്തുമായിട്ട് ഇരിക്കുകയാണ്. യൂത്ത് അസോസിയേഷനിലെ കുട്ടികളും കമ്മിറ്റി അംഗങ്ങളും വന്ന ഈ മുത്തുകുടകൾ എടുത്ത് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. പ്രദക്ഷിണം ഉടൻ തന്നെ ഇറങ്ങുകയാണ്. മേക്കട്ടി ആനവാതിക്കൽ റെഡിയായി നിൽക്കുക. അച്ഛാ
ഇപ്പോൾ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ഇറങ്ങുകയാണ്. സതീ ഗോഗതകലോന ഫ്രാ ഹാലേലൂയ വകർസനല്ലേ വനൊന്നശുവാ Nefurando benasa beseboso, hallelujah. ശമീനോ വാസി മെനോൻ ബാരകുമോ ശോല ബോല ബറോ വല റോ കാദേശോ മനോലം വാദാവൽ